ഗൈസ്, വെൽക്കം ടു ഡാഡസ് വ്ളോഗ്സ്. അങ്ങനെ ഇന്ന് ഇൻട്രോ ഒന്നുമില്ല, നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോകണം. എന്നൊരു അടിപൊളി സ്ഥലത്തിലേക്ക് നമ്മൾ പോകണം. നിങ്ങൾക്കത് കാണാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് ഇപ്പോൾ തന്നെ പോകാം. അങ്ങനെ ഞങ്ങൾ രാവിലെ ഇറങ്ങി 7 മണിയൊക്കെ ആയപ്പോൾ ഇറങ്ങി. അപ്പോൾ എന്നിട്ട് ഫുഡ് അടിക്കാൻ തുടച്ചു. അപ്പോൾ നമ്മളെ ലക്ഷ്മി ഹോട്ടലിൽ പോയി നല്ല ഇഡ്ഡലി വട അടിച്ചു. അവിടെ നിന്ന് നേരെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് മറ്റെങ്ങുമല്ല, തൃശ്ശൂരിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ ട്രാഫിക് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് സുഖമായി പോകാൻ പറ്റുന്നുണ്ട്. നമ്മൾ ഈ റോഡ് നേരെ കയറുന്നത് നമ്മൾ NH66 ആണ് കേട്ടോ. ഞാൻ വീഡിയോ എടുക്കാനുള്ളതുകൊണ്ട് ബാക്കിലിരുന്നു, മമ്മയെ കൊണ്ട് ഡ്രൈവ് ചെയ്യിപ്പിച്ചു. പിന്നെ അച്ചാച്ചന് ഫുൾ ത്രിൽഡായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അച്ചാച്ചൻ ഫ്രണ്ടിൽ ഇരിക്കുകയാണ്. അച്ചാച്ചൻ ഓരോ കാഴ്ചകൾ കണ്ടിരിക്കുക. നമുക്ക് വഴിയൊക്കെ പറഞ്ഞു തരുന്നത് പപ്പയാണ്. പപ്പ മാപ്പൊക്കെ ഓണാക്കി ഫുൾ റെഡി ആയിരിക്കുമായിരുന്നു. പിന്നെ ഒരാൾ കൂടെ ഉണ്ട്, ആൾ നല്ല ഉറക്കം. അതാണ് ക്യാമറ കാണിക്കുന്നത്. അങ്ങനെ നമ്മൾ എത്തിയിട്ടു നമ്മുടെ സ്ഥലത്ത്. അങ്ങനെ നമ്മൾ പാർക്കിംഗ് ഏരിയ അന്വേഷിച്ച് പോകുമ്പോൾ നമ്മളെ സെക്യൂരിറ്റി ചേട്ടൻ പറഞ്ഞു ഇവിടെ പാർക്ക് ചെയ്തു. അങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നല്ലൊരു ആംബിയൻസ് ആണ് സത്യം പറഞ്ഞാൽ. സത്യം പറഞ്ഞാൽ എനിക്ക് ഫീൽ ചെയ്തത് മറ്റേ നിലമ്പൂർ ടീക്ക് പ്ലാന്റേഷനിലൊക്കെ പോകുമ്പോഴൊരു ഫീൽ അടിപൊളിയായിരുന്നു. ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് മറൈൻ വേൾഡിലാണ്, തൃശ്ശൂരാണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളാണ്. അടിപൊളിയാട്ടോ സംഭവം. കയറുമ്പോൾ തന്നെ അടിപൊളി ആംബിയൻസ് ആണ്. സോ നമുക്ക് അകത്ത് പോയി ബാക്കി കാഴ്ചകളാണ്. അങ്ങനെ ഫൈനലി നമ്മൾ ഇവിടെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമുക്കിനി അകത്തോട്ട് കയറാം. അപ്പോൾ അതിൻ്റെ മുന്നേ പുറത്തേയുള്ള കാഴ്ചകളാണ്. അടിപൊളിയാണ്. കയറുമ്പോൾ തന്നെ കിടല എൻട്രിയാണ് രണ്ട് സൈഡിലും. മൊത്തത്തിലൊരു ആക്വ വൈബായിരുന്നു. അപ്പോൾ നമ്മൾ അകത്തോട്ട് കയറാം. ഇവിടെ ടിക്കറ്റ് കൗണ്ടർ കുറച്ചുകൂടെ ഉള്ളോട്ടേക്കാണ്. പക്ഷെ കയറുമ്പോൾ തന്നെ മേലോട്ടൊരു അഡ്ഭാര കാഴ്ചയാണ്. ഒരു വലിയ ടോട്ടോയ്സിനാണ്, വലിയ കടലാമ കൊള്ളാം. മൊത്തത്തിലുള്ള എൻട്രി തന്നെ കിടും. പിന്നെ ബാക്കി പറയണ്ടല്ലോ. നമുക്കപ്പോൾ കാണാം എന്തൊക്കെയാണ് ഇവിടെ ഒളിഞ്ഞിരിക്കുന്ന സംഭവങ്ങളൊക്കെ. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇവിടെ ഒരു ട്രെയിനുള്ളൂ. ഇത് എല്ലാ പ്രായക്കാർക്കും കയറാം. കുട്ടികൾക്ക് മാത്രമല്ല എല്ലാവർക്കും കയറുന്നതാണ്. പക്ഷെ ഇത് വൈകുന്നേരമാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുക. ലെഫ്റ്റ് സൈഡിൽ കാണുന്ന പാർക്കും ഒരു വൈകുന്നേരം ആകുമ്പോഴാണ് അവർ ഓപ്പൺ ചെയ്യുന്നത്. പക്ഷെ ബാക്കി മെയിൻ കാഴ്ചകളൊക്കെ നമുക്ക് ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്തു. 10:30 ആകുമ്പോഴാണ് ഇവിടെ ഓപ്പൺ ആവുക. നമ്മളൊരു ടിക്കറ്റ് കൗണ്ടർ ഓപ്പൺ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവാണ്. അങ്ങോട്ടേക്ക് പോകുന്ന വഴികളത് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് കാണുമ്പോൾ തന്നെ. അപ്പോൾ അവിടെ ടിക്കറ്റ് എടുക്കാൻ പോയി. അപ്പം ഞാനോ ചോദിച്ചു എന്നാൽ അത് കഴിയുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം, അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഫൈനലി നമുക്ക് ടിക്കറ്റ് കിട്ടി. നമ്മളിനി അകത്തോട്ട് കയറാൻ പോവാണ്. അകത്തോട്ട് കയറിയപ്പോൾ ഞാൻ പെട്ടെന്ന് നോക്കിയത് ഈ ഒരു അക്വേറിയമാണ്. ഇതിൻ്റെ അകത്ത് ഇവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ്. അതിനകത്ത് പല ടൈപ്പ് വെറൈറ്റി കളറുള്ള മീനുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇതായിരുന്നു ഒരു കിടിലം കാഴ്ച. നമ്മുടെ പണ്ടത്തെ പ്രീമിയർ പത്മിനി കാണാത്ത വരെ അക്വേറിയം പോലെ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. ഇതിനകത്ത് ഫുള്ള് മീനുകളായിട്ട്. ഇവിടെ അതുപോലെ പല വെറൈറ്റി രീതിയിലുള്ള അക്വേറിയംസ് ഉണ്ട്. ഇതേപോലെ മീനുകളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അതിനകത്ത് പറയുന്നുണ്ട്. ഇതാണ് കോബ്ര സ്നേക്ക് ഹെഡ് ഫിഷ് എന്ന് പറയുന്നത്. ഇതിൻ്റെ തല കാണുമ്പോൾ ഒരു പാമ്പിൻ്റെ തല പോലെ ഉണ്ടായിരിക്കും. കാണാൻ കൊള്ളാം. ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. പിന്നെ നമ്മുടെ ആക്വാമാൻ മൂവിയിലെ പോലെ ആക്വാമാൻ്റെ പോലത്തെ ഒരു വേറെ രീതിയിലുള്ളൊരു സ്റ്റാച്ചു. പിന്നെ ഇതായിരുന്നു എൻ്റെ കണ്ണിൽ പെട്ടെന്ന് ഉടക്കിയത്. ഇത് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് നമ്മുടെ പണ്ടത്തെ ഫാർ ക്രൈ എന്ന് പറഞ്ഞൊരു ഗെയിമുണ്ട്. അതിന് അതേപോലത്തെ കുറച്ച് അടിപൊളി കാഴ്ചകളുണ്ട് കാണാൻ. ഇതേപോലത്തെ സ്റ്റാച്യൂസും ഇതേപോലത്തെ ഒരു സംഭവങ്ങളൊക്കെ. അപ്പോൾ എനിക്ക് അതാണ് ഓർമ്മ. സംഭവം കിട്ടില്ല കാഴ്ച. ഒരു വലിയ തൂണിൻ്റെ സൈസിലാണ് ഈ ഒരു അക്വേറിയം ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയ രീതിയിലാണ് ഇവർ ഇതെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് നമ്മുടെ പിരമിഡിൻ്റെ ഒരു സ്റ്റൈലിലാണ് ഈ ഒരു അക്വേറിയം ഉണ്ടാക്കുന്നത്. ഇത് വേറൊരു അക്വേറിയം കേട്ടോ. ഇതിനകത്ത് പല കളറുള്ള ഫിഷസ് ആണുള്ളത്. ചുവന്ന മീനുകളൊക്കെ കാണാൻ നല്ല ഭംഗിയാട്ടോ. ഈ ക്യാമറയിൽ കാണുന്നവരല്ല, ഈ ലൈറ്റും കൂടെ വരുമ്പോൾ നല്ല ഭംഗി എടുത്ത് കാണിക്കുന്നു.
അടുത്തത് നമ്മളൊരു അടിപൊളി വെറൈറ്റി മീനിനെയാണ് കാണാൻ പോകുന്നത്. ഇത് ലേക്ക് മലാവി എന്ന് പറഞ്ഞൊരു മീനാണ്. ഇത് വെച്ചിരിക്കുന്ന ഒരു ഓട്ടാലാണ് നമ്മുടെ കിടില ഓട്ടോ. നമ്മൾ സാധാരണ സാധനങ്ങളൊക്കെ കൊണ്ടുപോകാനാണ് എടുക്കുക, പക്ഷെ അത് നേരെ ഫുൾ മൊത്തത്തിൽ അക്വേറിയം ആക്കിയിരിക്കുക. ഇത് എന്ത് വെറൈറ്റി കാഴ്ച. ഞാൻ സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ടൈമായിട്ട് അതൊക്കെ കാണുന്നത്. ഇതിൻ്റെ അകത്തെ കാഴ്ചകൾ ഇതുപോലെ കാണാൻ നല്ല രസമാണ്. അപ്പോൾ ഇവിടെ ഒരു കല്ലിൽ കൊത്തി വെച്ച് ഒരു ഡ്രാഗണിൻ്റെ ഫോട്ടോ ആണ്. നമുക്കിവിടെ ഫ്ലാഷ് യൂസ് ചെയ്യാൻ പാടില്ല മൊബൈലിൻ്റെ, കാരണം അത് അവർ സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അടുത്ത നമ്മൾ കാണാൻ വന്നത് ഗ്രാസ് കാപ്പ് ഫിഷിനെയാണ്. അപ്പോൾ ഇതിൻ്റെ അക്വേറിയം കുറച്ച് വെറൈറ്റി ആട്ടോ. ഈ ഗുഹേൻ്റെ അടിയിലൊക്കെ നിങ്ങൾക്ക് കാണാം ഇങ്ങനെ മുള്ളു പോലത്തെ ഒരു ഷാർപ്പായിട്ടുള്ള കല്ലുകൾ പോലത്തെ സംഭവങ്ങളൊക്കെ കാണാം നമ്മളെ ഈ ഡിസ്കവറിയിലൊക്കെ. അതുപോലെയാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് അക്വേറിയം. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ രീതിയിലുള്ള അക്വേറിയംസൊക്കെ ഞാൻ ഫസ്റ്റ് ടൈമായിട്ടോ കാണുന്നത്. അപ്പോൾ എന്ത് ഭംഗിയായിട്ട് ശരിക്കും കാണാൻ, ശരിക്കൊരു നമ്മൾ ഗുഹയ്ക്കുള്ളിലൊക്കെ പോയ പോലത്തെ ഒരു ഫീലാണ്. അടുത്ത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് തിലോപ്പിയ എന്ന് പറഞ്ഞ ഫിഷിനെയാണ്. പിന്നെ അത് ഗ്രേറ്റ് സ്നേക്ക് ഹെഡ് ഫിഷ്. ഈ അക്വേറിയങ്ങളുടെയൊക്കെ മേലെ നിങ്ങൾക്ക് കാണാം പല രീതിയിലുള്ള വെറൈറ്റി സീനറികളാകട്ടെ അല്ലെങ്കിൽ മരക്കൊമ്പുകൾ, ഒരു കാടിൻ്റെ ഒരു ഫോറസ്റ്റ് ഫീലിംഗ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അരുവികളും നല്ലൊരു പ്രത്യേക ഒരു ആംബിയൻസ് ആണ്. നമുക്ക് അതിൻ്റെ അടിയിലാണ് ഈ ഒരു അക്വേറിയംസ് ഇവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് തിലോപ്പിയ എന്ന് പറഞ്ഞ ഫിഷ്. അതിൻ്റെ സൈഡിലിരിക്കുന്നതാണ് ദി ഗ്രേറ്റ് സ്നേക്ക് ഹെഡ് ഫിഷ് എന്ന് പറയുന്നത്. അടുത്ത് നമ്മൾ പരിചയപ്പെടാൻ വന്ന അറ്റ്ലാന്റിക് ടാപ്പോൺ എന്ന് പറഞ്ഞൊരു ഫിഷിനെയാണ്. മലയാളത്തിൽ പാലാൻ എന്ന് പറയും. ഇതിൻ്റെയൊക്കെ ഈ മേലെ എന്ന് പറയുന്നത് ഇവർ നല്ല രീതിയിൽ ഡെക്കറേറ്റൊക്കെ ചെയ്തിട്ടാണ് ഇതിന് താഴോട്ടേക്ക് അക്വേറിയം ഇവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ മീൻ എന്ന് പറഞ്ഞാൽ ഈ വീഡിയോയിൽ കാണുന്ന പോലെ നല്ല സൈസാണ്, നല്ല വലുപ്പമുള്ള ഫിഷസ് ആണ് കേട്ടോ അതൊക്കെ. അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് പ്ലാറ്റിനം ഗാഫിഷിനെയാണ്. ഈ ഒരു മീനിനെ കാണുന്ന പോലെ തന്നെ ആളെ NRI ആണ് കേട്ടോ. ആളെ USA ആണ് ആളുടെ നാറ്റീവ്. പക്ഷെ ഇതിൻ്റെ ഫേസ് കാണുമ്പോൾ എനിക്കൊരു മുതലയുടെ പോലെയാണ് തോന്നുന്നത്. നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്യുമെന്ന് അറിയില്ല, കാരണം ഇതിൻ്റെ വായയുടെ ഭാഗം കണ്ടോ നല്ല നീളച്ച ഒരു മുതലേൻ്റെ ഒരു ലുക്ക് ഉണ്ട് കാണാനായി ഓൾമോസ്റ്റ്. പക്ഷെ നല്ല ബ്യൂട്ടിഫുള്ളാണ്. വൈറ്റ് കളറിൽ നല്ല ചിറകുകളൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് അതിൻ്റെ വിങ്സ്. അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് സിൽവർ അരോന എന്നാണ്. ആ ഫിഷിൻ്റെ നാറ്റീവ് എന്ന് പറഞ്ഞാൽ സൗത്ത് ആഫ്രിക്കയിലുള്ള ആളാട്ടോ. ആളിപ്പോൾ നമ്മുടെ നാട്ടിലിരിക്കുന്നത് തൃശ്ശൂർ. അപ്പോൾ ഇതാണ് നമ്മുടെ ആൾ. അറ്റത്ത് പോയിരിക്കും, ഇങ്ങോട്ട് വരുന്നില്ല. അവിടെ ഇങ്ങനെ സൈഡിൽ പോയിരിക്കുകയാണ്, അതുകൊണ്ട് അധികം കാണാൻ പറ്റില്ല. പക്ഷെ വേറെ കുറച്ച് ടൈപ്പ് ഫിഷസ് അതിൻ്റെ ഇടയിലുണ്ട് കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ 2 ഫിഷസ് കല്ലിൻ്റെ ഇടയിൽ നിന്ന് വരുന്നത് കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രണ്ടിനെ ഒന്ന് കാണാൻ പറ്റി. ഒന്നങ്ങോട്ട് ചേരിച്ചിരിക്കും, ബാക്കി 2 ഇവിടെ വരുന്നുണ്ടായി. നമ്മളപ്പോൾ ഇനി അടുത്ത സെക്ഷനിലേക്ക് പോകണം. അടുത്ത സെക്ഷനിലേക്ക് പോകുന്നതിന് മുന്നേ ഇത് നിങ്ങൾക്ക് കണ്ടോ, ഈജിപ്ഷ്യൻ ലുക്കിലാണ് ഇവിടുത്തെ ഓരോ അടുത്ത സെക്ഷൻ മാറുമ്പോൾ അവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു അകത്തേക്ക് കയറുന്ന ഒരു എൻട്രി വളരെ ബ്യൂട്ടിഫുള്ളാണ്. നമുക്കിവിടെ ഫ്ലാഷ് യൂസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അധികം ലൈറ്റിൽ നമുക്കിവിടെ വീഡിയോസും ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം മീനുകളുടെ അടുത്തേക്ക് പോകുമ്പോൾ ഫ്ലാഷുകൾ യൂസ് ചെയ്തത് പ്രത്യേകിച്ച് അവർ പറഞ്ഞിട്ടുണ്ട്. അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് കൊളംബിയൻ ഷാർക്കും തുർക്കാന സെനങ്കിൾ പിച്ചിൻ എന്ന് പറഞ്ഞൊരു ഫിഷിനെയാണ്. ആയിക്കൊള്ളാത്ത പേരാണെങ്കിൽ ഇതിന് കാണാനൊക്കെ അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഈ ഫിഷസിനൊക്കെ ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത് ഇവിടെ വന്നിട്ട്. ഇത് നമ്മുടെ വെസ്റ്റേൺ ഗാർഡ്സ് നിന്ന് കൊണ്ടുവന്ന ഒരു മീനാണ്. ഇത് സൺ കാറ്റ് ഫിഷ് എന്നാണ്, ഇതിന് മഞ്ഞക്കൂരി എന്നാണ് മലയാളത്തിൽ പറയുന്നത്. ഇതിൻ്റെ കൂടെ വേറെ മിക്സ്ഡ് ആയിട്ടാണ് ഇവർ ഇട്ടെങ്കിലും നമ്മുടെ കാറ്റ് ഫിഷ് ഇതിനകത്തുണ്ട്. കയ്യിൽ കാണാം അതിൻ്റെ ഇടയിൽ കൂടെ തോട്ട് വരുന്നു. അതിൻ്റെ ബോഡിന് നടുവിലായിട്ടൊരു വട്ടത്തിലാണ് അതിൻ്റെ ഡിസൈൻ വരുന്നത്. കാണാൻ നല്ല ഭംഗിയുണ്ട്. അടുത്തത് നൈൽ പേഴ്സ് എന്ന് പറഞ്ഞൊരു ഫിഷാണ്. ഇത് നമ്മളെ നാറ്റീവ് എന്ന് കൊടുത്ത നൈലാണ്.
അപ്പോൾ ഇത് നൈൽ നദികളിൽ നിന്നാണ് ഈ ഒരു ഫിഷിനെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിൻ്റെ അക്വേറിയം തന്നെ നിങ്ങൾക്ക് കാണാൻ നല്ല ഡിഫറെൻ്റ് ആണ്. നമ്മൾ അലാവുദ്ദീൻ ജീനിയാണ് ഇതിനകത്തുള്ളത്. ഈ മീനിൻ്റെ വാലിൽ കൊടുത്തിരുന്ന ഡിസൈനൊക്കെ ശരിക്കും കാണാൻ നല്ല ഭംഗിയാണ്. നമ്മൾ മുമ്പ് കണ്ട ഒരു ഫിഷിൻ്റെ വേറൊരു ഡിസൈനാണ് അതിൻ്റെ വാലിൽ കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് സീബ്ര തിലോപ്പിയനെയാണ്. ഇത് വെസ്റ്റേൺ ആഫ്രിക്കയിലുള്ള നേരത്തെ കണ്ട തിലോപ്പിയൻ്റെ വേറൊരു മോഡൽ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ അതിൻ്റെ ഫാമിലിപ്പെട്ട വേറൊരു ഫിഷാണത്. അടുത്തത് ക്ലൗൺ ഫെദർ ബാക്കിനെയാണ് കാണാൻ പോകുന്നത്. എന്ന് വെച്ചാൽ അമ്പട്ടൻ കത്തി എന്നാണ് പേര് ഈ മീനിൻ്റെ. മലയാളം പേര് കേൾക്കാനാണ് കുറച്ചും കൂടെ ഫണ്ണി ആയിട്ട് തോന്നുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡിസൈൻസ് ശരിക്കും പറഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാണെങ്കിൽ റൗണ്ട് ഷേപ്പിലാണ് വരുന്നത്. അതിൻ്റെ വാലിങ്ങനെ ആടുന്ന കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. ഈ ഒരു ഡിസൈനും കൊള്ളാട്ടോ. ഞാൻ ഫസ്റ്റ് ടൈം ഈ ഫിഷിനെ കാണുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു സെക്ഷൻ കഴിഞ്ഞാൽ അടുത്തൊരു ബ്രിഡ്ജ് പോലെയാണ്. ഈ ബ്രിഡ്ജിൻ്റെ അടിയിൽ എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ നമ്മൾ ഷൂസ് ഊരിയിട്ട് വേണം പോകാൻ. ഗ്ലാസ്സാണ് നമ്മൾ ഓരോ കാലം വയ്ക്കുമ്പോൾ. അപ്പോഴാണ് ഇവർ ശ്രദ്ധിച്ച് നല്ല സൈസുള്ളൊരു വലിയൊരു ഫിഷാണ്. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. അതിൻ്റെ വാല് കണ്ടു. ഇപ്പോഴാണ് അതിൻ്റെ ഈ ഒപ്പത്ത് കൂടെ വന്ന് ഇത് കൂടെ വന്നപ്പോഴാണ് അതിൻ്റെ സൈസ് കണ്ട്. സത്യം പറഞ്ഞാൽ നല്ല വലുപ്പമുണ്ടത്. ഈ വീഡിയോയിൽ കാണുന്ന പോലെ അത്യാവശ്യം നല്ല സൈസാണത്. ഇതാണ് ഒരാളുടെ അത്രയും നീളവും വലുപ്പവും ഉണ്ടത്. അപ്പോൾ നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പോകണം. ഇതിൻ്റെ ഓരോ ഇവർ അകത്തേക്ക് കയറുന്ന എൻട്രി അത് ഭയങ്കര ഭംഗിയായിട്ടുള്ള രീതിയിലാണ് അവർ ചെയ്ത് വെച്ചിരിക്കുന്നത്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. എൻ്റെ അകത്തത്തെ ഇന്ത്യാസ് ആണെങ്കിലും എന്താണെങ്കിലും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയ രീതിയിലാണ്. അപ്പോൾ അടുത്ത സെക്ഷനിൽ കയറിയപ്പോൾ ഞങ്ങൾ ചോദിച്ചത് എന്താ സംഭവം നോക്കിയപ്പോൾ ആണ് ഇത് നമ്മളെ ഫിഷ് സ്പായാണ്. നമുക്കിവിടെ കാല് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ മീനുകളൊക്കെ ഒന്നിങ്ങനെ കഴിച്ച് കാലൊക്കെ നല്ല ക്ലീൻ ചെയ്ത് നല്ല അടിപൊളിയാക്കി തരും. അപ്പം എന്നാൽ പിന്നെ ഇതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വെച്ചാൽ ഞങ്ങളെല്ലാവരും അങ്ങനെ ഞങ്ങളൊരു അറ്റത്തേക്ക് പോയി. ബസ്സിൽ കയറി വരുന്ന അവിടേക്ക് ഇച്ചിരി ക്രൗഡ് ഉണ്ടായിട്ട് കുറച്ച് അറ്റത്തേക്ക് പോകുന്ന വെച്ചു. അങ്ങനെ നമ്മൾ അച്ചാച്ചനെ ഇരുത്താമെന്ന് വിചാരിച്ചു. അപ്പോൾ അച്ചാച്ചന് ഭയങ്കര ഇഷ്ടമായി. കണ്ടപ്പോൾ തന്നെ ആൾ പാൻറ്റൊക്കെ പൊക്കി ഫുള്ള് ഇറങ്ങാനുള്ള റെഡി ആയിട്ടിരിക്കുക. അങ്ങനെ അച്ചാച്ചൻ ഇറങ്ങി. അച്ചാച്ചന് ഭയങ്കര ഇഷ്ടമായി. അച്ചാച്ചൻ കാലൊക്കെ വെച്ച് ഫുള്ള് ഫിഷ് പാക്ക് ചെയ്ത് അടിപൊളിയായിരിക്കുക. ഗൈസ് അങ്ങനെ ഫസ്റ്റ് ടൈം ഞാൻ ഫിഷ് പാസ് ചെയ്യാൻ പോവാണ്. ചെറിയൊരു പേടിയുണ്ട്, എന്താ അറിയില്ല. ട്രൈ നോക്കാം. അങ്ങനെ ഞാനും ഫൈനലി ഫിഷ് പാസ് ചെയ്തു ഗൈസ്. സംഭവം ഇക്കിളി ആവുകയാണെങ്കിലും പക്ഷെ നല്ല അടിപൊളിയാണ് സംഭവം. നല്ലൊരു എക്സ്പീരിയൻസ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണ്ട. ഇതെല്ലാം കൂടെ വരുമ്പോൾ ഭയങ്കര രീതിയിൽ നമുക്ക് കാല് ഭയങ്കര ഇക്കിളിയാവും. ജസ്റ്റ് ഒന്ന് പൊന്തിച്ച് കൊടുക്കുക, പിന്നെ അതേപോലെ വെച്ചാൽ. മമ്മിക്കും അങ്ങനെ ഈ ഫിഷ് പാ ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ഞാൻ കാലനക്കുന്നുണ്ട് മമ്മീൻ്റെ അടുത്ത് ആദ്യം കുറച്ച് വന്നോളൂ. പിന്നെ ഞാൻ നൈസിൽ എണ്ണീറ്റപ്പോൾ എൻ്റെ മമ്മീൻ്റെ കാലിലേക്ക് എല്ലാ ഫിഷസും പോയി. അടിപൊളി അടിപൊളി വളരെ നന്നായിട്ടുണ്ട്. അടിപൊളി അടിപൊളിയാണ് ഗൈസ്. ഗൈസ് ഇവിടെ വെളിച്ച് കുറവാണ്, കുറച്ച് ക്ലാരിറ്റി കുറവുണ്ട്. അങ്ങനെ അക്വേറിയംസ് ഒക്കെ കണ്ടിരിക്കുമ്പോൾ ഒരു അടിപൊളി മെർമെയ്ഡ് ഉണ്ടായിരുന്നു അവിടെ. അത് കഴിഞ്ഞ് ഞങ്ങൾ അടുത്ത മറൈൻ വേൾഡിൻ്റെ സെക്കൻഡ്, അതായത് അടുത്തൊരു സ്ഥലത്തേക്ക് ഞങ്ങൾ പോവുകയായി. ഇവിടെ മെയിൻലി നമ്മളെ ഫോട്ടോ സെക്ഷൻസ് ആണ്. ഇതിൽ നമുക്ക് ക്യാമറയിൽ ഫോട്ടോ എടുത്തിരുന്നു. നമ്മുടെ മൊബൈലിൽ എടുക്കാനുള്ള പെർമിഷൻ ഇല്ല. നമുക്ക് ഇതിൻ്റെ വീഡിയോസൊക്കെ വേണമെങ്കിൽ എടുക്കാം, പക്ഷെ നമ്മുടെ അങ്ങനെ എടുക്കാനുള്ള പെർമിഷൻ ഇല്ല. നല്ല അടിപൊളി ഫിഷസ് ഉണ്ട്, തെരണ്ടി ഉണ്ട്. നല്ല അടിപൊളി കാഴ്ചകളാണ് ഇവിടെ ഉള്ളത്. അച്ചാച്ചന് ഇവിടുത്തെ കാഴ്ചകളൊക്കെ അങ്ങനെ ഒത്തിരി ഇഷ്ടപ്പെടുന്നുണ്ട്. കാരണം ഓരോ സെക്ഷനിൽ വെറൈറ്റി കാഴ്ചകളാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെ വലിയൊരു ഷാർക്കിൻ്റെ വായയുടെ ഉള്ളിൽ കൂടെ നമ്മൾ അകത്തോട്ട് പോവാണ്. ഇത് മറ്റൊരു സെക്ഷനാണ് ഇതിൻ്റെ. അപ്പോൾ നമുക്കിനി ഇവിടെ പോകാം. ഇവിടെ റെയിൻ ഫോറസ്റ്റും അങ്ങനത്തെ ഒത്തിരി കാര്യങ്ങളാണ് ഉള്ളത്. ഇപ്പോൾ കയറി ചെന്നപ്പോൾ ഇവിടെ അക്വേറിയം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നല്ല രസമായിരുന്നു കേട്ടോ അത്. സകൃതകൃതാവായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ.
check it out, yo. Wah, wah. I'll do the beat back. Come on. Just come and dance with me. Wah, wah. Check it out, yeah. കാടിറങ്ങിയോടി വരുമൊരു മൂകനായ കാട്ടുകടുവയെ വേട്ടയാടിയാടി ഇതുവഴി വാ. അമ്പു കൊണ്ടു കൊമ്പ് കുതരണം അമ്പറുത്തു മാറ്റിയെറിയണ തമ്പുരാന്റെ തന്ത്രമൊരു ഞൊടിതാ. അങ്ങനെ നമ്മൾ റെയിൻ ഫോറസ്റ്റിലേക്ക് കയറുന്നതിന് മുമ്പ് നല്ലൊരു അടിപൊളി കാഴ്ചയാണ് ഇവിടെ ഉള്ളത്. നമ്മൾ ഡൈനോസറിൻ്റെ ഫോസിലൊക്കെ ഉണ്ട്. നമ്മൾ അകത്തോട്ട് കയറാം. ഇതിനകത്ത് നമുക്ക് ഈ എൻഡിൽ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാം കേട്ടോ. നല്ലൊരു അടിപൊളി സംഭവമാണത്. അങ്ങനെ അത് കണ്ട് ഇറങ്ങിയപ്പോഴാണ് താഴെ വേറൊരു ടൈപ്പ് അക്വേറിയം കണ്ട്. അപ്പോൾ ഇതിനകത്ത് സ്റ്റാർ ഫിഷിനെ കണ്ടു. ഞാൻ ഒത്തിരി സമയത്തിന് ശേഷമാണ് സ്റ്റാർ ഫിഷിനെ എത്ര നേരിട്ട് കാണുന്നത്. പക്ഷെ നല്ല കൊള്ളായിരുന്നു, നല്ല അടിപൊളി ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ അടുത്ത് നമ്മൾ വലിയൊരാളുടെ വായൻ്റെ ഉള്ളിൽ കൂടെയാണ് അടുത്ത സെക്ഷനിലേക്ക് പോകുന്നത്. കാണുന്നതിന് നല്ല രസമുണ്ട്. അപ്പം നമ്മളിനി അടുത്തത് പുതിയ കുറേ മീനുകൾ വീണ്ടും കാണാനാണ് പോകുന്നത്. ഈ ഒരു മീനെ നിങ്ങൾക്ക് എന്തായാലും പരിചയം ഉണ്ടാവും. കാരണം ഈ ഒരു മീനിൻ്റെ സിനിമ കണ്ടിട്ടുണ്ടായിരുന്നു, പിരാന എന്ന് പറഞ്ഞിട്ട്. സോ ഈ കാണുന്നതാണ് നമ്മുടെ പിരാന എന്ന് പറഞ്ഞ മീൻ. ഇവിടെ നമുക്ക് ഒത്തിരി കാഴ്ചകൾ കാണാനുണ്ട്. അത് മാത്രമല്ല നടന്നുകൊണ്ടായിരിക്കും മൊത്തം കാണുന്നത്. ഒത്തിരി നടക്കാനുണ്ട്. ഇപ്പോൾ പ്രായമുള്ളവരാണെങ്കിൽ ഏറ്റവും നല്ല യൂസ് ചെയ്യുന്ന വീൽ ചെയർ ആയിരിക്കും. അടുത്തൊരു വെറൈറ്റി ഫിഷിനെയാണ് കാണാൻ പോകുന്നത്. റീഫ് സ്റ്റോൺ ഫിഷ് എന്നാണ്. ഞാനതിത് കേട്ടപ്പോൾ മീനിനെ ആദ്യം എവിടെ നോക്കാൻ പോയി കണ്ടില്ല. പിന്നീട് മനസ്സിലാക്കി കല്ലിൻ്റെ ഷേപ്പിലാണ് ഈ ഒരു മീൻ ഇരിക്കുന്നത്. പെട്ടെന്ന് നമ്മൾ കാണത്തില്ല. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ കണ്ടതിൻ്റെ ചിറക് വരുന്ന വിങ്സ്, ഫ്രണ്ടിൽ രണ്ട് കണ്ണ്. നമ്മൾ അത്രയും സൂക്ഷ്മമായിട്ട് നോക്കിയാൽ മാത്രമേ നമുക്ക് ഈ മീനിനെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് പോവാണ്. അപ്പോൾ ഇവിടെ ഒത്തിരി അക്വേറിയംസും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഞാൻ എല്ലാ ഫിഷിൻ്റെയും അക്വേറിയംസ് ഒന്നും ഈ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. എനിക്കിഷ്ടപ്പെട്ട കുറച്ച് സെലക്റ്റീവ് ആയിട്ടുള്ളത് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ഇവിടെ നമുക്ക് കാണാം ഒരു വലിയൊരു ചെമ്മീൻ, അതായത് പ്രോൺ ഇവിടെ തൂക്കിയിട്ടിട്ടുണ്ട്. നമ്മൾ നൈറ്റ് അറ്റ് മ്യൂസിയത്തിൽ കാണുന്ന ഒരു ഡൈനോസറിനെ വെച്ച പോലെ. അപ്പോൾ ഇത് വേറെ ഒരു ടൈപ്പ് വെറൈറ്റി ആയിട്ടുള്ളൊരു അക്വേറിയം സെറ്റപ്പാണ്. അപ്പോൾ ഇതിനകത്ത് വേറെ കുറേ ടൈപ്പ് ഫിഷസ് ഉണ്ട്. നല്ല രസമാണ് ഒരു അക്വേറിയം കാണാൻ. നമ്മളൊരു വലിയൊരു മലയുടെ മേലെ നിന്ന് വെള്ളം ഒഴുകുന്നു, അതിങ്ങനെ ഈ അക്വേറിയത്തിലേക്ക് ഫില്ലായി വരുന്നു. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇവരിത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് ശരിക്കും നേരിട്ട് തന്നെ പോയി കാണേണ്ട കാര്യങ്ങൾ തന്നെയാണിത്. ഈ ഒരു മീൻ എന്ന് പറയുന്ന ഇതിൻ്റെ പേര് ആക്സലോട്ടൽ എന്നാണ്. ഇതിൻ്റെ പ്രത്യേകം എന്താ വെച്ചാൽ ഈ ഒരു മീനിന് കൈയും കാലമൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ അടിപൊളിയാണ് കാണാൻ. ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. ഇതിൻ്റെ ഒരു പിങ്ക് ഉണ്ട്, അത് ഭയങ്കര ക്യൂട്ടാണ് കാണാൻ. പക്ഷെ ഇവിടെ ഉള്ള കളറ് ഒരു നേവി ബ്ലൂ പോലത്തെ ഒരു മിക്സ്ഡ് കളറാണ്, അങ്ങനത്തെ ഒരു കളർ. അടുത്ത നമ്മുടെ ഷാർക്കിനെയാണ് കാണാൻ പോകുന്നത്. വലിയ നല്ല സൈസുള്ള ഷാർക്കിനെ ആട്ടോ അത്. ഇത് 2 എണ്ണമാണ് ഇതിനകത്തുള്ളത്. ഞാനത് വെച്ച് ഒന്നേ ഉള്ളൂ, പക്ഷെ 2 എണ്ണം ഉണ്ട്. ഇതിങ്ങനെ ഫുള്ള് റൗണ്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഫുൾ ടൈം. ഇത് കൂടെ വന്ന് അത് കൂടെ റൗണ്ട് അടിക്കും. ഇതിന് പിന്നെ നമ്മൾ ഒത്തിരി കണ്ടിട്ടുണ്ടാവും. ഇത് യെല്ലോ സ്പോട്ടഡ് മൊറേയിലാണ്. ഇത് അറ്റ്ലാന്റിക് ഓഷനകത്തൊക്കെ ഉണ്ടാവുന്ന ഒരു ടൈപ്പ്, വേറൊരു ടൈപ്പ് ഫിഷാണ് കേട്ടോ. ഈ മീനുകളുടെ ബോഡി സ്ട്രക്ചറും മൊത്തത്തിൽ ലുക്കും കാണാനാണെങ്കിൽ ടോട്ടലി ഡിഫറെൻ്റ് ആണ്. നല്ല ഭംഗിയിലാണ് ഇതിൻ്റെ ഒരു രൂപം വരുന്നിരിക്കുന്നത്. ഇത് ആരെങ്കിലും തൃശ്ശൂർ ഉണ്ടെങ്കിൽ ഇവിടെ വരണം കേട്ടോ. തൃശ്ശൂർ എന്നല്ല എഫട്ടെയാണെങ്കിലും ഒരു രക്ഷയില്ല കൈസ്. അടിപൊളി ഒരു നമ്മളാരെ ജുറാസിക് വേൾഡിനകത്തൊക്കെ കയറിയ പോലത്തെ ഒരു ഫീലാണ്. എന്നാ പൊളിയാണെന്നറിയുമോ. നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഓർത്താണ്. ചെറിയ എക്സ്പെൻസീവ് ആണ് ടിക്കറ്റ്സ് എങ്കിലും പൊളി എന്ന് പറഞ്ഞാൽ പൊളി യൂസ് ചെയ്യാം.
ഗൈസ് വേറൊരു സാധനം കാണിച്ചു തരാം, അടിപൊളിയാണ്. ഇവിടെ നിങ്ങൾക്ക് പണ്ടത്തെ കാലത്ത് ട്രൈബ്സിനെ കാണാം കേട്ടോ. നമ്മൾ അറിയാതെ ഒത്ത് സൈഡിലോട്ട് തിരിഞ്ഞ് കഴിഞ്ഞ് പെട്ടെന്ന് കാണുമ്പോൾ പേടിക്കും. പക്ഷെ അത് കൊള്ളാം. തീരെ എക്സ്പെക്റ്റ് ചെയ്തില്ല ഇങ്ങനത്തെ എല്ലാം കൂടെ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു കാഴ്ചകൾ കാണാതെ. ഞാൻ ആദ്യം വിചാരിച്ച് ഫിഷുകളുടെ മാത്രമേ ഉണ്ടാവുന്നുള്ളൂ, പക്ഷേ എല്ലാം കൂടെ മിക്സ്ഡാണ്. പണ്ടത്തെ കാലത്ത് ഇപ്പോഴത്തെ എല്ലാം കൂടെ മിക്സ്ഡ് ആയിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടാണ് അവിടെ എല്ലാം സെറ്റ് ചെയ്തിരുന്നത്. അതുപോലെ അതിനൊരു ഡൈനോസറും ഉണ്ട് കേട്ടോ അക്വാറിയത്തിൻ്റെ ഉള്ളിൽ പെട്ടിരിക്കുന്നത്. അടുത്ത് നമ്മളൊരു വലിയ അക്വാറിയത്തിൻ്റെ ഉള്ളിൽ കൂടെയാണ് പോകുന്നത്. അപ്പോൾ 2 ചേട്ടന്മാരുണ്ട് ഈ അക്വാറിയത്തിൽ ഇറങ്ങിയിരിക്കുന്നത്. ഇതിനകത്തുള്ള ഇരിക്കുന്ന വലിയ ടൈപ്പ് ഫിഷാണ്. അവിടെ വെള്ളത്തിൽ ഇറങ്ങിയ പുള്ളീൻ്റെ തന്നെ ഡബിൾ സൈസ് ഉണ്ട് ഈ ഒരു ഫിഷ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ എന്തോ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ. അപ്പോൾ ആ പരിപാടിയിലാണ് ഇവർ 2 പേരും ഇരിക്കുന്നത്. ഇതിനകത്ത് എല്ലാ ടൈപ്പും ഫിഷ് ഉണ്ട്. ഇത് നമ്മളെ പിരാനയാണ്. ഇതുപോലെ കടിക്കുന്ന എല്ലാ ടൈപ്പ് ഹെവി ആയിട്ടുള്ള എല്ലാ ഫിഷുകളും ഉള്ള ഈ ഒരു അക്വാറിയത്തിൻ്റെ അകത്താണ് ഇവർ ഇറങ്ങിയിരിക്കുന്നത്. ഗായ്സ് ഇത് മനസ്സിലാട്ടോ. ഈ പുള്ളീനെ കണ്ടോ അതിൻ്റെ ഉള്ളിൽ ഇറങ്ങിയിരിക്കുന്നത്. പുള്ളി നിൽക്കുന്ന എവിടെയാണെന്ന് അറിയാം. ഈ മീനിൻ്റെ ഒക്കെ സൈസ് കണ്ട പുള്ളീൻ്റെ 2 ഇരട്ടി ഉണ്ട്. ഇത് ഇങ്ങനെയല്ല, പുള്ളീൻ്റെ ഫുൾ സൈസാണ്. അതിലുമുണ്ട് ഈ മീനുകളൊക്കെ. ഇതിനകത്തേക്കാണ് പുള്ളി ഇറങ്ങിയത്. സമ്മതിക്കണം കേട്ടോ ധൈര്യം. 2 പേരുണ്ട്. ഒരാൾ അവിടെയുണ്ട്, ഒരാൾ ഇവിടെയുണ്ട്. യെസ്. ഈ ഒരു പൈപ്പ് യൂസ് ചെയ്തിട്ടാണ് ഇവർ ഈ ഒരു അക്വാറിയത്തിൻ്റെ ഓരോ ഭാഗങ്ങളും ക്ലീൻ ചെയ്യുന്നത് തോന്നുന്നത്. അപ്പോൾ ഇതെന്തോ ഒരു കൈൻഡ് ഓഫ് വാക്വമാണ്. അപ്പോൾ ഇതിലൂടെയാണ് ഇത് ഡസ്റ്റും മറ്റ് അഴുക്കുകളൊക്കെ ഉണ്ടെങ്കിൽ ക്ലീൻ ചെയ്തെടുക്കുന്നത്. ഇവർ ഈ മതിലിൽ കൊടുത്ത ഡിസൈൻസൊക്കെ ശരിക്കും നല്ല ഭംഗിയുണ്ട്. പെട്ടെന്ന് ഒരു പഴയ കാലത്തിലേക്ക് പോയ ഓർമ്മകളൊക്കെയാണ് വരുന്നത്. അങ്ങനെ ഫൈനൽ നമ്മുടെ അക്വാറിയം കാഴ്ചകളൊക്കെ കഴിഞ്ഞു. ഇനി വേറെ നല്ല കിടിലൻ കാഴ്ചകൾ കാണാനാണ് പോകുന്നത് നമ്മൾ.
പുറത്തിറങ്ങിയപ്പോൾ ഇവിടെ ഒരു ഒട്ടകമൊക്കെ ഉണ്ട് കേട്ടോ. ഒട്ടകമുണ്ട്, നല്ല അടിപൊളി ഒരു ഫിഷ് ഉണ്ട്. അതിന് നേരെ അപ്പുറത്തെ സൈഡിലേക്ക് നോക്കിയപ്പോൾ ഒരു അടിപൊളി ഒരു വേറൊരു സംഭവത്തെ കണ്ട്, നമ്മളെ തിമിംഗലം ബ്ലൂ വെയിലിനെ കണ്ട്. അങ്ങനെ ഉച്ചയായി. അപ്പോൾ അവിടെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഉപ്പിലിട്ട മാങ്ങ ഉണ്ടായിരുന്നു, അത് അടിച്ചു. അച്ചാച്ചനും അതായിരുന്നു ഇഷ്ടം, പൈനാപ്പിൾ ഉപ്പിലിട്ടത്. അപ്പോൾ അച്ചാച്ചനും അത് അടിച്ചു, ഹാപ്പിയാണ് ആള്. അത് കഴിഞ്ഞപ്പോൾ ഞാനൊരു മാങ്ങ മേടിച്ചു. അപ്പോൾ പപ്പേനെയും ഗ്ലാഡിസിനെയും കാണാനില്ല. അപ്പോൾ ഇവരെവിടെ നോക്കുമ്പോൾ ഒരു ഫോട്ടോഷൂട്ടിലാണ്. അപ്പോഴാണ് ഒരു അടിപൊളി സ്പോട്ട് കണ്ട് ഫോട്ടോ എടുക്കാൻ പറ്റുക. അപ്പം പിന്നെ അവിടെ നിന്ന് 2 ഫോട്ടോസ് എടുക്കാമെന്ന് വിചാരിച്ചു. ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോഴാണ് നോക്കിയപ്പോൾ ഇവിടെ ഫിഷിന് ഫീഡ് ചെയ്യാനുള്ളൊരു സ്ഥലമുണ്ട്. ഇവിടെ നമുക്ക് ഈ മീനുകൾക്ക് ഫുഡൊക്കെ ഫീഡ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇവിടെ ഫോട്ടോ കൗണ്ടർ പോയപ്പോഴാണ് നേരത്തെ ഞങ്ങൾ എടുത്ത ഫോട്ടോസൊക്കെ ഞങ്ങൾക്ക് കിട്ടി. അപ്പോൾ അവിടെ നിന്ന് തന്നെ അവർ നമുക്ക് എടുത്തിട്ട് ഫ്രെയിമൊക്കെ ചെയ്ത് തരും ഇതേപോലെ. അപ്പോൾ ഫോട്ടോസൊക്കെ കൊള്ളാമായിരുന്നു. അച്ചാച്ചൻ ഇങ്ങനെ എടുത്ത് ഫോട്ടോസൊക്കെ നോക്കുമായിരുന്നു. അച്ചാച്ചൻ എല്ലാ ഫോട്ടോസും ഒത്തിരി ഇഷ്ടമായി. അപ്പോൾ അച്ചാച്ചന് ഇതൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ കിളിക്കൂട് കണ്ടത്. അപ്പോൾ അച്ചാച്ചൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഒരു കിളിക്കൂട് വാങ്ങണം. ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്ന കിളിക്കൂട് പൂച്ച വന്ന് എല്ലാം പൊളിച്ചു കളഞ്ഞു. അപ്പോൾ ഇതിന് പകരമായിട്ടൊരു കിളിക്കൂട് വാങ്ങണമെന്ന് ഇങ്ങനെ വിചാരിച്ചു. അങ്ങനെ ഫൈനലി ഒരെണ്ണം മേടിക്കാമെന്ന് അച്ചാച്ചൻ തീരുമാനിച്ചു. ഗൈസ്, അപ്പോൾ അടുത്ത ഫോട്ടോഷൂട്ട് വീണ്ടും തുടങ്ങി. അപ്പോൾ ഇത് നല്ലൊരു സ്പോട്ടായിരുന്നു. ഒരു ഫോട്ടോ എടുത്തപ്പോൾ ഞാൻ ശ്രദ്ധിച്ചത്. അപ്പോൾ ഇനി ഞാൻ 2 ഫോട്ടോസ് എടുക്കാമെന്ന് ഇവിടുന്ന് വിചാരിച്ചു. അങ്ങനെ അച്ചാച്ചനൊന്ന് ഫിഷ് ഫീഡ് ചെയ്യിപ്പിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അച്ചാച്ചനും ഫിഷുകൾക്കൊക്കെ ഇട്ട് കൊടുത്തു. അടിപൊളിയായിരുന്നു. അച്ചാച്ചന് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അങ്ങനെ 2ാമത് ഒന്നുകൂടി ഞങ്ങൾ ട്രൈ ചെയ്തു. അങ്ങനെ നമ്മൾ അടുത്ത് പോകുന്നത് ബേർഡ്സിൻ്റെ ഏരിയയിലേക്കാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അച്ചാച്ചൻ ഫുൾ സ്റ്റാമിന, ഫുൾ എനർജിയിലാണ്. സത്യം പറഞ്ഞാൽ ഞാൻ തിരിച്ചിട്ട് ടയർഡാണെങ്കിലും അച്ചാച്ചൻ ഫുൾ എനർജിയാണ്. അങ്ങനെ നമ്മൾ ബേർഡ്സിൻ്റെ ഏരിയയിലേക്ക് കയറി. അപ്പോൾ ഫസ്റ്റ് തന്നെ കണ്ടത് നമ്മൾ ഓസ്ട്രിച്ച് ആയിരുന്നു. അപ്പോൾ ആൾ കണ്ടപ്പോൾ തന്നെ ഇങ്ങനെ എത്തി നോക്കാൻ തുടങ്ങി ആരത് വന്നേ എന്നുള്ള രീതിയിൽ. അടുത്ത നമ്മുടെ താറാവായിരുന്നു. അപ്പോൾ ആള് വെള്ളത്തിലേക്ക് ചാടണോ വേണ്ടേ നോക്കിയിരിക്കുമായിരുന്നു. ഞാൻ ക്യാമറ എടുക്കുന്നുണ്ട്. അപ്പോൾ വിചാരിച്ചു പിന്നെ പുള്ളിക്കാരൻ വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് ചാടാമെന്ന്. ഞങ്ങളെ പുറത്ത് കണ്ടതോടെ യവന്മാർ കിടന്ന് ഫുൾ ഒച്ചയും ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി. എന്നാൽ പിന്നെ ഇതിനൊന്ന് കാണാമെന്ന് വിചാരിച്ച് ഞങ്ങൾ അകത്തോട്ട് കയറി. ഞാനാണെങ്കിൽ ഇതിനകത്ത് കയറിയത് എനിക്ക് ഓർമ്മയുള്ളൂ. ഈവൻ ഫുഡ് പോലും കൊടുക്കാതെ തന്നെ ഇതെല്ലാം കൂടെ എൻ്റെ മണ്ടയ്ക്ക് കയറിയിരിക്കുമായിരുന്നു. ഒന്ന് തലയിലുണ്ടായിരുന്നു, വേറൊന്ന് സൈഡിൽ കയ്യിലിരിക്കുന്നു, അതിൻ്റെ ഇടയ്ക്ക് ഒരെണ്ണം വരുന്നു. മൊത്തത്തിൽ കിളികളായിരുന്നു എൻ്റെ ചുറ്റും. ഞങ്ങൾക്ക് ഇതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഇങ്ങനെ ഇതിട്ട് മുമ്പ് ഇതുവരെയായിട്ട് ഫീഡ് കൊടുത്തിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് കയ്യിൽ ഫുഡ് വയ്ക്കുമ്പോൾ തന്നെ എല്ലാം കൂടെ വന്ന് കൊത്തിപ്പെറുക്കി കൊണ്ടുപോകുന്നുണ്ട്.
അങ്ങനെ ഇവരോട് ടാറ്റ ബൈ ബൈ പറഞ്ഞ് അടുത്ത് പോയത് നമ്മളെ പൈത്തണായിരുന്നു. ഇതിനെ പിടിക്കാനുള്ള ധൈര്യം ഇല്ലാത്തത് കൊണ്ട് ഇവനെ പിടിക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ ആള് കുറച്ച് ഉടക്കിലായിരുന്നു അന്നത്തെ ഒരു ദിവസം. ഒരു രീതിയിലും വിളിച്ചിട്ട് വരുന്നില്ല, ചെറിയ പിണക്കത്തിലായിരുന്നു. അങ്ങനെ ഫൈനലി കുറച്ച് കഷ്ടപ്പാടുകൾക്ക് ശേഷം ആളൊന്ന് ഇണങ്ങി വന്നു. അപ്പോൾ അച്ചാച്ചൻ്റെ കയ്യിൽ കൊടുത്തു. അപ്പോൾ അച്ചാച്ചനെ കൊണ്ട് ഫോട്ടോ എടുക്കാനുള്ള രീതിയിൽ കൊടുത്തതാണ്. പക്ഷേ അച്ചാച്ചൻ നേരെ സ്റ്റാൻഡിൽ കൊണ്ടുപോയി ഇറക്കി. പക്ഷെ പിന്നീട് അത് വന്നില്ല കേട്ടോ. പിന്നീട് അത് തിരിച്ച് ഇണങ്ങിപ്പോയി. അത് കഴിഞ്ഞ് അടുത്ത ഇതുപോലത്തെ ചെറിയ ഐറ്റംസിൻ്റെ കാഴ്ചകളായിരുന്നു. ഇത് ചെറിയ ഇലയാണ് നമ്മളെ വീട്ടിൽ വളർത്തുന്നത്. ആൾക്ക് നല്ല വിശന്നിരിക്കുക, ഉച്ച ടൈം ആയതുകൊണ്ട് എന്തോ അതിനുള്ള ഫുഡ് കഴിക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു കോഴീനെ കണ്ടു. കോഴീൻ്റെ പ്രത്യേകിച്ച് നല്ല വലിയ വാലാണ്. അത് കഴിഞ്ഞ് നമ്മളെ മോയലൻ ചേട്ടൻ ഫുള്ള് ചാടിക്കളിയും ഓടിക്കളിയൊക്കെ ആയിരുന്നു ഇവിടെ. ഇതാണ് ഐറ്റം സാധനം. ഇത് അടിപൊളി ഒരു അണ്ണാനാണ്. നമ്മളെ മഡഗാസ്കറിലൊക്കെ കാണപ്പെടുന്ന, നമ്മളെ മഡഗാസ്കർ എന്ന് പറഞ്ഞൊരു കാർട്ടൂണുണ്ട്. അതിനകത്ത് പ്രത്യേകിച്ച് കാണിക്കുന്ന ഒരു അടിപൊളി ഒരു സ്ക്യൂരലാണത്. അപ്പോൾ ഇത് ആൾക്ക് ഊഞ്ഞാലൊക്കെ ഇങ്ങനെ കെട്ടി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആൾ പുറത്ത് വന്നില്ല. കുറേ സമയത്തിന് ശേഷമാണ് പിന്നെ അത് പുറത്ത് വന്ന്. അപ്പോൾ നല്ല ക്യൂട്ടാണ് കേട്ടോ അതിനെ കാണാൻ. ഇതിന് പിന്നെ ആർക്കും അറിയാത്തതുണ്ടാവില്ല. ദ ലയൺ കിങ് എന്ന് പറഞ്ഞ മൂവി കണ്ടവർക്ക് അറിയാം. ഏറ്റവും അതിലെ പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറും കൂടെയാണ് സിംബാൻ്റെ. അപ്പോൾ എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും ഇതേത് ആനിമലിന്. ഞങ്ങളങ്ങനെ നേരത്തെ ഈ ബേർഡ്സിൻ്റെ അടുത്ത് പോയപ്പോൾ കുറച്ച് ഫോട്ടോസ് എടുത്തായിരുന്നു. അങ്ങനെ അവിടുന്ന് 2-3 ഫോട്ടോ എടുത്ത ഫോട്ടോസൊക്കെ കൊള്ളാട്ടോ, നല്ലതായിരുന്നു. അപ്പോൾ നമ്മുടെ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ഫുഡ് അടിക്കലാണ്. ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട് ഓൾമോസ്റ്റ് ചെറിയ കഫേസൊക്കെ അടച്ചു. പക്ഷേ ഭാഗ്യത്തിന് ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. അവിടെ നിന്ന് നല്ല ബിരിയാണി അടിച്ച് ഞാനും അച്ചാച്ചനും ഗ്ലാഡിസും കൂടി. മമ്മിക്ക് ഫലൂദ മതി എന്ന് പറഞ്ഞാൽ ഫൈനലി ഫലൂദ ചൂസ് ചെയ്ത്. പപ്പയ്ക്കാണെങ്കിൽ ഫ്രൂട്ട് സലാഡ് മതി എന്നുണ്ട് ഫ്രൂട്ട് സലാഡും അടിച്ച്. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാനും വന്നപ്പോൾ ഒരു ഐസ്ക്രീം അടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനൊരു പിസ്തയും പറഞ്ഞ് ഗ്ലാഡിസ് ഒരു വാനിലയും പറഞ്ഞ്. അങ്ങനെ ഇരിക്കുമ്പോൾ 16 സിനിമ ഉണ്ടാവല്ലോ എന്ന് വിചാരിച്ചു. എന്നാൽ പിന്നെ അതിനൊന്ന് പോയി കളയാമെന്ന് വെച്ച് അതിലേക്ക് കയറി. പക്ഷേ സംഭവം അടിപൊളിയായിരുന്നു. പക്ഷേ അതിൽ കാണിച്ച വിഷ്വൽ ആ ഒരു മൂവി എന്ന് പറയുന്നത് കുറച്ച് പഴയതാണെങ്കിലും നല്ല കിടിലൻ എക്സ്പീരിയൻസ് ആയിരുന്നു. ഹൊറർ ഹൗസിൽ ഫുഡ് കഴിച്ച ടൈം ആയതുകൊണ്ട് പിന്നെ പോകണ്ടെന്ന് വിചാരിച്ചു. ഗൈസ് രണ്ടാമത്തെ ഒരു ഫലൂദ കഴിച്ചിട്ട് പിന്നെ ഐസ്ക്രീം കഴിക്കുന്നു. ഞാനൊക്കെ ഒന്നേ കഴിച്ചുള്ളൂ ഗൈസ്. ഇവിടെ ഒരു ആളെ കാണിച്ചു തരാം. ഇത് എത്രാമത്തെ ഐസ്ക്രീമാണ്? അത് രണ്ടാമത്തെ ഗൈസ്. രണ്ടാമത്തെ ഐസ്ക്രീം. ഒരു ഫലൂദ അടിച്ച് പിന്നെ ഒരു ഐസ്ക്രീം. ഓ മൈ ഗോഡ്. പക്ഷേ ഇന്നത്തെ ട്രിപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു? വെരി ഗുഡ്. വെരി ഗുഡ്. ഇഷ്ടപ്പെട്ടോ? ഓ സൂപ്പറായിരുന്നോ? സൂപ്പറായിരുന്നു. അപ്പോൾ എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. ഇഷ്ടപ്പെടാത്ത ആളാണ്. മൂന്നാമത്തെ ഐസ്ക്രീമാണ്. സൂപ്പറായിരുന്നു, അടിപൊളിയായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ട്രിപ്പ്? അടിപൊളി അടിപൊളി സൂപ്പർ സൂപ്പർ ആണോ? അങ്ങനെ ഫൈനലി ഇവിടുത്തെ കാഴ്ചകളൊക്കെ കഴിഞ്ഞു. വൈകുന്നേരം 3:30 സംതിങ് എന്തോ ആയി. അപ്പോൾ പിന്നെന്താ പോകാനുള്ള പരിപാടിയാണ്. പക്ഷേ ഈ ഒരു ടൈമിലാണ് ആൾക്കാരൊക്കെ വരാൻ തുടങ്ങുന്നത് കേട്ടോ. നമ്മൾ നേരത്തെ വന്നുകൊണ്ടാണ് അത്രയും തിരക്കില്ല. പക്ഷേ വൈകുന്നേരം ടൈമിൽ ഇവിടെ നല്ല തിരക്കാണ്. പിന്നെ ഇവിടെ നമ്മളെ മറ്റേ ബഗ്ഗി ഉണ്ട് കേട്ടോ ഓടിക്കാൻ. നമ്മൾ ബീച്ചിൽ പോയിട്ടാണ് ഇത് ഡ്രൈവ് ചെയ്യുക. മൊത്തത്തിൽ ടയർഡായതുകൊണ്ട് ഓടിക്കാനൊരു മൂടില്ല. ഈ ഒരു എൻട്രൻസ് അടിപൊളി. ഇവിടുന്ന് ഞങ്ങളൊരു ഫോട്ടോയും എടുത്തു ഗൈസിൽ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ പ്രാവശ്യം ഒരു വെറൈറ്റി സ്ഥലത്തേക്കായിരുന്നു പോയത്. അടുത്ത പ്രാവശ്യം പോകുന്നത് ഇതിലും വെറൈറ്റി ആയിരിക്കും. സോ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും വരുന്നതാണ്. അഡിയോസ് അമിഗോസ്.